നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കേറി പോന്നോളിൻ. ആ മുഖ്യന്റെ വിശ്വസ്തൻ എബ്രഹാം നസ്രാണി പണിവെച്ചു മുട്ടൻ പണി. ആ ശങ്കരൻ വിശ്വസ്തനിട്ട് പണിത പോൽ എനിക്കിട്ട് പണിയണ്ടെന്ന്. കേസെടുക്കാൻ മുഖ്യൻ ഓർഡർ ഇട്ടാൽ എബ്രഹാം വീണേനെ കൊടുക്കും കേട്ടോ. രാജിവെപ്പിക്കാനായി ഓർഡർ ഇട്ടാൽ എബ്രഹാം കാല് വാരുമെന്ന്. ഒന്നും ചെയ്യാനും പാടില്ല, പറയാനും പാടില്ല, വിശ്വസ്തനായി പോയി. മുഖ്യന്റെ ഓരോരോ അവസ്ഥകളെ ക്ലൂ ഹൗസിലിരുന്ന് ഈണത്തിലും താളത്തിലും പാടുകയാണ് മുഖ്യൻ. ശാപമാ ഇത്, ശങ്കരന്റെ ശാപമെന്ന് പിറുപിറുക്കുകയാണ് കപ്പിത്താൻ. സ്വന്തം നിലനിൽപ്പ് നോക്കി മുഖ്യൻ ശങ്കരന്റെ കാലുവാരിയില്ലേ. അതിന് കിട്ടിയ 8 പണിയാണ് എബ്രഹാം അച്ചായൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ കേസിന്റെ ചൂട് മൂട്ടിൽ തട്ടിയിട്ട് മുഖ്യന് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എബ്രഹാമിനെ പിടിച്ച് പുറത്താക്കണമെന്ന് CPM പറഞ്ഞിട്ടും മുഖ്യൻ ജപജപ പറഞ്ഞിരിക്കുകയാണ്. ആ വേഷം കറക്റ്റാ മുഖ്യ. ചെവിയിൽ ചെമ്പരത്തിപ്പൂ കൂടി വെച്ചാ മതി. ഇല്ലേലേ ഇങ്ങക്ക് നട്ടപ്പരാന്താന്നാ നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോ ശുഭായി. എൻ്റെ പൊന്നിടാവേ, ഇത്രയും ഗതികേട് ലോകത്ത് വേറെ ആർക്കേലും ഉണ്ടോ? ഇത് തീരുമ്പോ പണി കിട്ടുന്ന ഒരു മുഖ്യൻ. ഒരു വശത്ത് മകളെ ഊരണം, വേറൊരു വഴിക്ക് വിശ്വസ്തനെ ഊരണം. എബ്രഹാമിൻ്റെ കാല് വാരിയാൽ ശങ്കരനെ പോലെ അല്ല എബ്രു, എല്ലാം വിളിച്ചു കൂവും ഓൻ. എന്തൊക്കെയാ എബ്രഹാമിനെ ആ കസരയിലിരുത്തി മുഖ്യൻ കാണിച്ചു കൂട്ടിയേക്കുന്നത്? വല്ലതും അങ്ങാടിപ്പാട്ടായാൽ തീർന്നില്ലേ, മാനം പോകും. ഓരോരുത്തന് ഇലക്ഷൻ വരാൻ പോവാ. അതിന് പോകാനായിട്ട് ഇനി മാനം ഉണ്ടായിട്ട് വേണ്ടേ ഇടയിൽ. എബ്രഹാമിനെതിരെ കേസെടുക്കാൻ CBIയോട് ഉത്തരവിട്ടത് ഹൈക്കോടതിയാണ്. ബട്ട് അച്ചായൻ ചോദിക്കുന്ന ഏത് കോടതിയെന്ന്. ആരായാലും എനിക്ക് പുല്ലാണെന്ന്, പാർട്ടി കോടതി നോക്കിക്കോളൂ എല്ലാവെന്ന്. ഹൈക്കോടതി ഉത്തരവിനെതിരെ ഒരു കടലാസും കൊണ്ട് പിണറായിയെ കാണാൻ ഒറ്റ ഓട്ടമായിരുന്നു എബ്രഹാം അച്ചായൻ. എനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒറ്റ കരച്ചിലായിരുന്നു. പിന്നെ അയ്യോ ഗൂഢാലോചനക്കാർ എന്നെ കേസിൽ കൊടുക്കാൻ നോക്കുന്നതെന്ന്. കേട്ട വാദി കേൾക്കാത്ത വാദി ചാടി ഇറങ്ങി മുഖ്യൻ. ഹൈക്കോടതി പറഞ്ഞിട്ടും എബ്രഹാമിനെ തൊടാൻ വയ്യ. ബട്ട് എബ്രഹാം പറയുന്നവർക്കെതിരെയൊക്കെ കേസെടുക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാർ. എന്തോന്നടേ ഇത്? ഇവിടെ ഇങ്ങനെയാണ് ഭായ്. മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധമാണെന്ന് പിണറായിയുടെ ഡയലോഗ് അടിച്ച പോലെ പറഞ്ഞുകൊണ്ട് അടക്കുകയാണ് എബ്രഹാം അച്ചായനും. ജോമോൻ പുത്തമ്പുരയ്ക്കലും മറ്റ് 2 പേരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് KM എബ്രഹാം. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. അച്ചായൻ പണ്ടേ ഉടായിപ്പാന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മോളെ കെട്ടിച്ചതിന് വിവാദം വന്നു, ഭാര്യയുടെ പേരിലുള്ള അനധികൃത സമ്പാദ്യത്തിനെതിരെ വിവാദം വന്നു, ഭൂമി ഇടപാടിൽ വിവാദം വന്നു. അങ്ങനെ എത്ര വിവാദങ്ങൾ. വൻ ആഡംബരത്തിലാണ് മോളുടെ കല്യാണം നടത്തിയതിൽ ചോദ്യം ഉയർന്നപ്പോൾ എന്താണ് അച്ചായൻ പറഞ്ഞത്? ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്താണ് മോളുടെ കല്യാണം നടത്തിയെന്ന് പറഞ്ഞ ഐറ്റം ആണടേ ഇത്. അത്രയ്ക്ക് ദാരിദ്ര്യമാണോ അച്ചായങ്ങൾക്ക്? പിണറായിക്ക് ഒറ്റ വിശ്വസ്തനാട്ടോ. വീണമോൾ അമ്മയുടെ പെൻഷൻ കാശിന് IT കമ്പനി തുടങ്ങുന്നു. വിശ്വസ്തൻ മോളുടെ കല്യാണം പിരിവിട്ട് നടത്തുന്നു. ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? സർവീസ് അവസാനിച്ചിട്ടും കിഫ്ബി കസേരയിൽ കൊണ്ടങ്ങിരുത്തി. 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടാണ് എബ്രഹാമിനെ മുഖ്യന്റെ ഗുഡ് ബുക്കിൽ അങ്ങോട്ട് എത്തിച്ചത്. മറ്റേ ഐസ് എക്കണോമിസം അച്ചായനായിരുന്നു എബ്രഹാം അച്ചായനെ മുഖ്യനെ കൊണ്ട് പരിചയപ്പെടുത്തിയത്. വാവ്, അടിപൊളി. ലാവലിൻ ബന്ധമുള്ള CDPQ എന്ന കമ്പനിയും ആയിട്ടായിരുന്നു മസാല ബോണ്ട് ഇടപാടൊക്കെ നടന്നത്. അവർ ഡിങ്കോൾഫി ആ വഴി നടന്നു. ആടിമൂടി ദുരൂഹത നിറഞ്ഞ മസാല ബോണ്ട് ഇടപാടിലൂടെ പലരുടെ അക്കൗണ്ടിലേക്കും കോടികൾ ഒഴുകിയെന്നാണ് ഒരു കഥ. വീണ വിജയന്റെ മാസപ്പടി കഥകളും എബ്രഹാമിനെ അറിയാം. അങ്ങനെയുള്ള എബ്രഹാമിനെ പുറത്താക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമോ സുഹൃത്തുക്കളെ? ഇതാണല്ലോ ഹൈക്കോടതി വിധി എതിരായിട്ടും ഞാൻ രാജിവെക്കൂല, മുഖ്യൻ പറയട്ടെ എന്ന് എബ്രഹാം അച്ചായൻ കോൺഫിഡൻസോടെ കീച്ചിയത്. മുഖ്യൻ എൻ്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണെന്നാണ് അച്ചായൻ ഇപ്പോൾ കീച്ചുന്നത്. മുഖ്യൻ കുറച്ചധികം വെള്ളം കുടിക്കേണ്ടി വരും. ഇതിലും ഭേദം ശങ്കരനായിരുന്നു കേട്ടോ. മുഖ്യൻ കാല് വാരിയെന്ന് മനസ്സിലായിട്ടും ഒരക്ഷരം ഓൻ്റെ വായിന്ന് മുഖ്യനോ മോൾക്കോ എതിരെ വന്നിട്ടില്ല. ബട്ട് എബ്രഹാമിനെ CBI തൂക്കിയാൽ ഓൻ പലതും വിളിച്ചു കൂവും. മുഖ്യ അമ്മയാണ് കൂവും. യൂദാസിന് വരെ കഞ്ഞി വെച്ചോനാണ് എബ്രഹാം എന്നാണ് ഒരു കരക്കമ്പി വരുന്നത്.
CPMകാർ വരെ പറഞ്ഞു എബ്രഹാമിനെ തൂക്കി പുറത്താക്കാൻ. കഴിവുണ്ടെങ്കിൽ ഇറക്കി കാണിക്കെന്നാണ് അച്ചായൻ CPMനെ പോലും വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ ഗജപോക്കിരി സർവീസ് അവസാനിച്ചിട്ടും എങ്ങനെയാണ് കസേരയിൽ ഇരിക്കുന്നത് എന്ന് അന്തം കമ്മികൾ വരെ മുക്കിനോട് ചോദിച്ചു തുടങ്ങി. മുഖ്യ അവസ്ഥ പരിതാപകരമാണ്. മിണ്ടായിരിയടാ, എബ്രഹാമിന്റെ നാവിൻ തുമ്പിലാടാ തെണ്ടികളെ വീണയുടെ ശിഷ്ടകാലം എന്ന് മുഖ്യൻ കരഞ്ഞു മെഴുകുകയാണ്. ഇനിയുണ്ട് മുഖ്യന്റെ വിശ്വസ്തന്റെ കഥകൾ. അപ്പം നമുക്ക് കാണാം.